സുമി വേഗം വാ. എന്നാലും അവൻ എന്ത് കണ്ടിട്ടായിരിക്കും പാത്താത്താനെ ഇങ്ങനെ പ്രേമിക്കാൻ നോക്കിയത്? മുഞ്ച് കണ്ടിട്ടെന്നെ. അയ്യേ, മുഞ്ച് കണ്ടിട്ടാ? എന്താ എന്നെ കാണോ മുഞ്ചില്ലേ? ഇതിനാണോ പാത്താത്ത മുഞ്ച് എന്ന് പറയുക? അതെന്തെങ്കിലും ആട്ടെ, നിങ്ങൾ വാ. ഹായ് ഫാത്തിമ, മൊബൈൽ നമ്പർ തന്നിട്ടില്ലല്ലോ. കൊച്ചു കള്ളി, നിന്നെ ഞാൻ എടുത്തോളാം. എന്റെ പാത്താത്ത ആ ഭ്രാന്തൻ പാത്താത്താനെയും കൊണ്ടേ പോകും തോന്നുന്നു. ഇതായിരിക്കും മുഞ്ച് കൂടുതൽ എന്ന് പറയുന്നത്. പണ്ട് പത്താത്താക്ക് ഇങ്ങനെ എന്റെ വേക്കെന്നെ നടക്കലേനും. അന്നേരം കൂടുതൽ മുഞ്ചേനും. പാത്താത്ത ഒന്ന് നിർത്തോ തള്ളല്? ഇവിടുന്ന് ഇങ്ങനെ തള്ളി നിൽക്കുമ്പോഴത്തേക്ക് ആ ഭ്രാന്തം വരുത്തായിരിക്കും. പെട്ടെന്ന് പോവാ നമുക്ക് ഇവിടുന്ന്. ശരി തന്നെ, അവനിപ്പം ഇന്നെത്തും. നമുക്ക് വേഗം സൂപ്പർ മാർക്കറ്റിൽ കയറാം. എന്നാ വേഗം വാ പിള്ളേരെ, നമുക്ക് വേഗം പോവാലോ. രക്ഷപ്പെട്ടു. ആ ഭ്രാന്തൻ ഇങ്ങോട്ടൊന്നും വരാതിരുന്നാ മതിയായിരുന്നു. എന്റെ റബ്ബേ, ഏതെത്തിരിയാ സാധനോ? അമ്മു, സാധനങ്ങളെല്ലാം പെട്ടെന്ന് എടുത്തോ. പെട്ടെന്ന് തന്നെ നോക്കിക്കോ. നമ്മളോട് സാധനം എടുക്കാൻ പറഞ്ഞിട്ട് ഓനേടിയാ പോയത്? ഓനെന്തെങ്കിലും സാധനം നോക്കാൻ പോയതായിരിക്കും. അമ്മു, നിങ്ങൾ സാധനം എടുത്തോ? എടാ ചെറുക്ക, സാധനം എടുക്കാൻ വന്നിട്ട് ഇനി വണ്ടി ഓടിച്ച് കളിക്കുന്ന സുമി അന്നേരെ പറഞ്ഞിട്ട് നിങ്ങൾ മാണ്ടാത്ത സാധനം എല്ലാം എടുക്കുവാന്ന്. ഉള്ള കുഞ്ഞനാന്നല്ലോ, വണ്ടി ഓടിച്ച് കളിക്കുന്നായിരുന്നു. പെട്ടെന്ന് സാധനം എടുക്ക്. അയ്യോ പാത്താത്ത, ഇത് വണ്ടിയല്ല. നീ എന്നെ പഠിപ്പിക്കാൻ നിൽക്കരുത്. വണ്ടി എന്താ കണ്ടാൽ എനിക്ക് അറിഞ്ഞൂടെ? പാത്താത്ത, ഇത് വണ്ടിയല്ല, ഇത് ട്രോളിയാ. ട്രോളി. എന്ത് ട്രോളിയാ? അങ്ങനെ പറഞ്ഞാലെന്നാ? അതില്ലേ പാത്താത്ത, സാധനങ്ങളെല്ലാം എടുത്തിട്ട് ഇതിലിടാനാ. അങ്ങനത്തെ സാധനം ഇത്? ഞാൻ വിചാരിച്ചത് വണ്ടിയാണ്. എന്താ പാത്താത്ത, ഇനിയെങ്കിലും ഇങ്ങനത്തെ ഒന്നും മണ്ടത്തരം പറയല്ലേ നിങ്ങള്. ഡങ്കിൾ വീണ്ട സാധനം എന്തൊക്കെയാ വേണ്ടത്? അത് പിന്നെ പിള്ളേരെ, ഡങ്കിൾ വീണ്ട സാധനം അതിനെന്തൊക്കെയാ വേണ്ടതെന്ന് പറ, നമുക്കതെല്ലാം എടുക്കാം. മക്കളെ, എനിക്കൊരു കാര്യം പറയാനുണ്ട് നിങ്ങളോട്. എന്താ? എന്ത് പറ്റി പാത്താത്ത? അത് പിന്നെ ഇല്ലേ, എനിക്ക് ഡങ്കിൾ വീ ഉണ്ടാക്കുന്നതൊന്നും അറിഞ്ഞുകൂടാ. അതെന്താ? പാത്താത്തക്കല്ലേ ഡങ്കിൾ വീ ഉണ്ടാക്കുന്നത് അറിയാന്ന് പറഞ്ഞത്? അതില്ല പിള്ളേരെ, ഞാൻ പക്കക്കാക്കാന്റെ മുന്നിൽ വെറുതെ ആളാവാൻ വേണ്ടി പറഞ്ഞതേനു. അപ്പൊ പാത്താത്താക്ക് ഡങ്കിൾ വീ ഉണ്ടാക്കുന്നത് അറിയില്ല? ഇല്ല മക്കളെ, എനിക്കറിയില്ല. ഡങ്കിൾ വീ എന്ന് പറഞ്ഞൊരു ഭക്ഷണമേ ഇല്ല. ഞാൻ വെറുതെ ഉണ്ടാക്കി പറഞ്ഞൊരു ഭക്ഷണം അത്. ഞാനത് വെറുതെ വീമ്പിളക്കാൻ വേണ്ടി പറഞ്ഞതായിരുന്നു. ഞാനിങ്ങനെ പെട്ടുപോകുമെന്ന് എനിക്കറിയില്ലായിരുന്നു. സാരമില്ല പാത്താത്ത, എന്നാൽ ഞങ്ങൾക്ക് ഡങ്കിൾ വ്യൂ വേണ്ട. ഇപ്പൊ എനിക്കൊരു ആശ്വാസമായത്. എന്റെ പാത്താത്ത, ഡങ്കിൾ വ്യൂ ഉണ്ടാക്കുന്നതില്ലെങ്കിൽ നിങ്ങൾ ഡങ്കിൾ വ്യൂ ഉണ്ടാക്കണ്ട. പക്ഷെ നിങ്ങൾ ആശ്വാസം എന്ന് പറയല്ലേ, ആശ്വാസം. അതന്നെ അതന്നെ. നമുക്ക് ബിരിയാണിക്ക് സാധനം ഒക്കെ എടുക്കാമെന്നാൽ. അവളും പിള്ളേരും എവിടേക്കായിരിക്കും പോയിക്കുണ്ടാവുക? ഇനിയിപ്പോൾ സൂപ്പർ മാർക്കറ്റിലാവുമോ പോയത്? അവിടെ ഒന്ന് ചെന്ന് നോക്കിയാലോ? കാതൽ പിസാജി, കാതൽ പിസാ, കാതൽ പിസാജിയാ, കാതൽ പിസാജിയാ. അബി, ബിരിയാണിന്റെ സാധനമൊക്കെ ആ ഭാഗത്താണ് തോന്നുള്ളത്. നമ്മൾ എത്ര നേരമായി വന്നിട്ട്, എന്നിട്ട് ഈ പീടിയന്റെ മുതലാളിമാരൊന്നും വന്നിട്ടില്ലല്ലോ. അതെന്തിനാ പാത്താത്ത അവര് വരുന്നത്? അതെന്താ, അവര് വന്നാലല്ലേ നമുക്ക് സാധനമൊക്കെ എടുത്ത് തരാൻ പറ്റൂ. പാത്താത്ത, സൂപ്പർ മാർക്കറ്റിൽ നിന്ന് അവരെടുത്ത് തരൂല. നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം നമ്മൾ തന്നെ എടുക്കണം. നമ്മളെ പോലെ എന്റെ അടുത്ത് കണാറിന്റെ പീടിയിൽ അങ്ങനെയൊന്നല്ലോ. അത് സൂപ്പർ മാർക്കറ്റ് അല്ലാലോ. അവിടുന്ന് കണാരട്ടെ നമുക്ക് പറയുന്ന സാധനമൊക്കെ എടുത്തു തരുക. ഇവിടെ അങ്ങനെയല്ല, ഇവിടുന്ന് നമുക്ക് വേണ്ട സാധനമൊക്കെ എടുക്കാം. ഇന്ന് നിങ്ങൾ പോലെ നിറങ്ങുമ്പേ പറയണ്ടേനാ, നമുക്കൊരു ലോറി കൂട്ടിക്കൂടേനാ? അതെന്തിനാ പാത്താത്ത ലോറി? എല്ലാം ഇവിടുന്ന് ഇങ്ങനെ പൈസ ഒന്നും ഇല്ലാണ്ട് വെറുതെ സാധനം തരുന്നുണ്ട്, നമുക്ക് എല്ലാം എടുത്തൂടെ? എല്ലാം മാണ്ടിയ സാധനം തന്നെയല്ലേ. എനിക്കിങ്ങനെ ഇവിടുന്ന് വെറുതെ സാധനം കിട്ടുന്നത് എനിക്ക് ഇതുവരെ തിരിഞ്ഞിക്കില്ല. എല്ലാ പിള്ളേരെ ഇത് ആദ്യം പറയണ്ടേനാ. ഞാൻ കണാറിന്റെ പീടിയെ പോയിട്ട് ഇങ്ങനെ പൈസ കൊടുത്ത് സാധനം വാങ്ങണേനാ? പാത്താത്ത, ഇവിടുന്ന് സാധനം വാങ്ങിയ പൈസ കൊടുക്കണ്ടെന്ന് ആരാ പറഞ്ഞത്? നിങ്ങളല്ലേ പറഞ്ഞത് ഇപ്പൊ ഇവിടുന്ന് സാധനം നമുക്ക് മാണ്ടിയതെല്ലാം എടുക്കാന്ന്? അത് ഞാൻ പറഞ്ഞ ശരി തന്നെ. ഇവിടുന്ന് നമുക്ക് മാണ്ടിയ സാധനങ്ങളെല്ലാം ഈ റാക്കുമ്പോ ഇങ്ങനെ ഓരോന്ന് എടുക്കുക, എന്നിട്ട് ആടെ പോയിട്ട് ബില്ലാക്കുക. അങ്ങനെയാ വേണ്ടിയത്. അങ്ങനെയാ? അതെനിക്ക് തിരിഞ്ഞിക്കില്ലേനും. ഞാൻ വിചാരിച്ചു ഇവിടുന്ന് വെറുതെ നമുക്ക് പൈസ ഒന്നും ഇല്ലാണ്ട സാധനം തരുന്നത്. ശശിയായിട്ടുണ്ടെങ്കിൽ എന്നാ നമുക്ക് സാധനം എല്ലാം എടുക്കാലോ. എടാ അബി, അത് പാത്താത്ത അറിയാനിട്ടല്ലേ, നീ വെറുതെ കളിയാക്കണ്ട. പാത്താത്ത സോറി. അബി, അതൊന്നും സാരമില്ല. എന്നാ വാ പാത്താത്ത, നമുക്ക് സാധനമൊക്കെ എടുക്കാം. അതാ മക്കളെ, എവിടെ ബിരിയാണി അരി? ഓ, അവിടെയുണ്ടോ ബിരിയാണി അരി? ഇതാ. അത് ഇതിലിട്ടോ പാത്താത്ത. അമ്മു, ആ സൈഡിലുള്ള നെയ്യ് അതും എടുത്തോ. എവിടെയാ പാത്താത്ത ഉള്ളത്? അതാ അമ്മു, ആ ഭാഗത്ത്. കിട്ടി. ഇനി എന്തൊക്കെ സാധനങ്ങളാ വേണ്ടത്? ഇനി പച്ചക്കറി, ചിക്കൻ, അങ്ങനെ ഇനിയും കുറെ സാധനം വേണം. എന്നാ വാ, നമുക്ക് ആ ഭാഗത്ത് ചെന്ന് നോക്കാം. നീ ഉരുണ്ട് കളിക്കാതെ പെട്ടെന്ന് വാ അമ്മു. ഇതാ വരുന്നു. അവരെ ഇവിടെയൊന്നും കാണുന്നില്ലല്ലോ. ഇനിയിപ്പോൾ അവരിവിടെ അല്ലായിരിക്കുമോ വന്നത്? അവരേത് വൈക്കോട്ടായിരിക്കും പോയത്? ഈ ഭാഗത്തും അവരില്ലാലോ. അവരിന് സൂപ്പർ മാർക്കറ്റിലല്ലേ വന്നത്? ഇനി എന്തെങ്കിലും സാധനം വേണോ പത്താത്ത? വേണ്ട പിള്ളേരെ, എല്ലാ സാധനവും വാങ്ങിയില്ലേ? അമ്മു, നീ അച്ഛനെ വിളിച്ചതാ?
നമുക്ക് പുറത്ത് നിൽക്കാം. വാ പിള്ളേരെ, നമുക്ക് പെട്ടെന്ന് പോവാലോ. ആ അവരവിടെയുണ്ട്. ഹലോ ഫാത്തിമ. അതാരാ? അതാ ഭ്രാന്തനല്ലേ? നീ എന്താ ഫാത്തിമ എന്റെ അടുത്ത് ഇങ്ങനെ ഒഴിഞ്ഞു മാറുന്നത്? മനുഷ്യ, നിന്നോടല്ലേ പറഞ്ഞത് ഞങ്ങളുടെ വേഗം നടക്കരുതെന്ന്? ഞാൻ നിന്നോട് പറഞ്ഞില്ലേ എനിക്ക് നിന്നെ ഇഷ്ടപ്പെട്ടെന്ന്? എന്നാ പിന്നെ എനിക്ക് നിന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല. നീ അങ്ങനെ പറയല്ല ഫാത്തിമ. ഐ ലവ് യു. നിന്റെ മൊബൈൽ നമ്പർ തരുമോ? മൊബൈൽ നമ്പർ വേണ്ടെങ്കിൽ നിങ്ങൾ പാത്താത്താന്റെ ഭർത്താവിനോട് പോയി ചോദിക്കും. നിങ്ങൾ വാ പിള്ളേരെ, നമുക്ക് പോവാം. ഓനാണ്ടങ്ങനെ പ്രേമിക്കാൻ നടക്കുന്നു. എടി ഫാത്തിമ, നീ എന്റെ വഴിക്കു തന്നെ വരും. നിന്നെ ഞാൻ എടുത്തോളാം. അച്ഛൻ കേറുന്നില്ലേ? ഇല്ല, ഞാൻ കേറുന്നില്ല. എനിക്ക് പണിയുണ്ട്. അമ്മയോട് പറഞ്ഞേക്കൂട്ടോ, ഞാനിങ്ങ് പോയിക്കൊന്ന്. എന്നാ ശരി അച്ഛൻ പോട്. ഇങ്ങ് വീട്ടിലെത്തിയപ്പോയാ ഒരാശ്വാസമായത്. ഈ പാത്താത്താനോട് എത്ര പറഞ്ഞാലും മനസ്സിലാവൂലോ ആശ്വാസമല്ല ആശ്വാസമാണെന്ന്. ഞാൻ അതിനെ ഉദ്ദേശിച്ചത്. അതിനെതിരെ എനിക്ക് ഇങ്ങനെ ദേഷ്യം പിടിക്കുന്നത്. ദേഷ്യം പിടിക്കാതെ നിൽക്കുവോ? പിന്നെ എത്ര പ്രാവശ്യം ഞാൻ പഠിപ്പിച്ചു തന്നു ആശ്വാസമല്ല ആശ്വാസമാണെന്ന്. മതി മതി, രണ്ടാളും തർക്കിച്ചത്. എന്തെങ്കിലും ആവട്ടെ. വാ പെട്ടെന്ന് പോവാം. അമ്മയുണ്ടോ നോക്കി നിൽക്കുന്നു. ഈ പാത്താത്താൻ ആ ഭ്രാന്തന് തന്നെ കൊടുക്കാമായിരുന്നു. മതിയെന്നല്ലേ പറഞ്ഞത്? വാ. മാർക്കറ്റിൽ പോയവരൊന്നും വരുന്നത് കാണുന്നില്ലല്ലോ. അവര് വരുമ്പോഴത്തേക്ക് പണിയെല്ലാം തീർന്നത് നന്നായി. ഇനി ബിരിയാണി പണിയല്ലേ ബാക്കിയുള്ളൂ. ഹോ, രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ പിള്ളേർ മൂന്നും ഒന്നിനും സമ്മതിക്കില്ല. അമ്മ എന്നാ ഇങ്ങനെ പെറുപിറുക്കുന്നത്? എല്ലാവരും വന്നോ? അച്ഛൻ എവിടെ? ഓനങ്ങ് പോയിക്കല്ലോ. പോയെന്നോ? എവിടേക്ക്? അതില്ലേ അമ്മേ, അച്ഛന്റെ പണി കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് അച്ഛനങ്ങ് പോയി. ശരി ശരി. നിങ്ങൾക്ക് പോയ സാധനമൊക്കെ കിട്ടിയോ? എല്ലാ സാധനവും കിട്ടിയിക്കമ്മേ. അമ്മേ അമ്മേ, ഇന്ന് മാർക്കറ്റിൽ ഒരു സംഭവം ഉണ്ടായി. സംഭവമോ? എന്ത് സംഭവം? അതില്ലേ അമ്മേ, ഈ പാത്താത്തന്റെ ബേക്കിലെ ഒരു ഭ്രാന്തൻ നടന്നു. എന്ത് ഭ്രാന്തനോ? ആ അമ്മേ, പാത്താത്താന്റെ ബേക്കൊരു ഭ്രാന്തൻ നടന്നു. എന്നിട്ട് ഐ ലവ് യു പറഞ്ഞ് എന്റെ മൊബൈൽ നമ്പറിനൊക്കെ ചോദിച്ചു. നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്താ പാത്താത്ത ഉണ്ടായത്? അതൊന്നുമില്ല സുമി, എന്റെ മൊഞ്ച് കണ്ടിട്ട് എന്റെ ബേക്കിൽ തന്നെ ഒന്ന് നടന്നതാ ഭ്രാന്തൻ. എന്ത്? പാത്താത്തന്റെ മൊഞ്ച് കണ്ടിട്ടോ? അതെന്താ സുമി, നിന്റെ പറയല്ലേ സുഖമില്ലല്ലോ? എനിക്കെന്താ മൊഞ്ചില്ലേ? പിന്നെ ഐശ്വര്യ റായിയാന്നല്ലേ ഇരിക്കുന്നത്. എടാ ചക്ക, മൂത്തവരോട് ഇങ്ങനെയൊന്നും സംസാരിക്കരുത്. സാരമില്ല സുമി, കുട്ടികളല്ലേ. അല്ല, എന്നിട്ട് നിങ്ങൾ പോലീസിലൊന്നും കംപ്ലൈന്റ് കൊടുത്തില്ലേ? എന്തിനി വെറുതെ വടി കൊടുത്ത് അടി വാങ്ങാനോ? അതെന്താ? പോലീസുകാർ നമ്മളെയല്ലേ കുറ്റം പറയുക? ഇത്രയും മൊഞ്ചുള്ള ഞാനൊക്കെ റോട്ടുമൽ കൂടി കീനി നടന്നതിന്. എന്റെ പാത്താത്ത രാവിലെ തിന്ന പുട്ട് ദഹിച്ചിട്ടില്ല അല്ലേ? അതെന്തായാലും പിള്ളേരെ, ഞാൻ പുട്ടാകുന്നത് നിങ്ങൾക്ക് എന്നെ മനസ്സിലായത്? പിന്നെ മനസ്സിലാവാതെയാ? ഇങ്ങനെ ആരെങ്കിലും തള്ളുമോ? എനിക്കൊക്കെ അറിയാം. നിങ്ങൾക്ക് ആർക്കും എന്നോടൊരു സ്നേഹവുമില്ല. എന്നോടാകെ എന്റെ പക്കർക്കാക്ക മാത്രമാ സ്നേഹം. എന്റെ പാത്താത്ത, കുട്ടികൾ എന്തെങ്കിലും പറഞ്ഞു വിചാരിച്ച് നിങ്ങൾ ഇങ്ങനെ സങ്കടപ്പെടല. 3 പേരോടും കൂടിയിട്ടാ ഞാൻ പറയുന്നത്. മുതിർന്നവരോട് ഇങ്ങനെ പറയരുത് കേട്ടോ. അതിനെന്തിനും ഇങ്ങനെ കുട്ടികളെ കലമ്പുന്നത്? കുട്ടികളെന്നാ പറഞ്ഞത്? എന്റെ പാത്താത്ത, ഇപ്പൊ ഞാൻ കുറ്റക്കാരിയായോ? ആരും കുറ്റക്കാരൊന്നുമല്ല, ഞാൻ വെറുതെ പറഞ്ഞതാ. അമ്മേ അമ്മേ, അവരെപ്പ എത്തുക? അവര് കുറച്ച് കഴിയുമ്പോൾ എത്തും കേട്ടോ. 3 പേരും അപ്പുറം പോട്. ശരി അമ്മേ. എടാ ചെറുക്ക, ഇരിക്കാൻ വെച്ചിട്ടുണ്ട്. ഈ പിള്ളേർ ഓരോരു കാര്യം. അടുക്കള കണ്ടിട്ട് നിന്റെ പണിയൊക്കെ കഴിഞ്ഞെന്ന് തോന്നുന്നു സുമി. ആ പാതാ, പണിയൊക്കെ കഴിഞ്ഞു. ഇനി ബിരിയാണി പണി മാത്രമേ ബാക്കിയുള്ളൂ. നിങ്ങൾ ബിരിയാണി സാധനവും കൊണ്ടുവരുന്ന കാത്തു നിന്നതാ ഞാൻ. ആണോ? എന്നാ അതും കൂടി പെട്ടെന്ന് ഉണ്ടാക്കാമല്ലേ? അടുത്ത ആഴ്ചയല്ലേ ഗ്രാമസഭ പറഞ്ഞതവര്? ആ, അത് അടുത്ത ആഴ്ചയാ. ബിരിയാണിയുടെ ബട്ട എവിടെയാ വെച്ചത്? അത് ഇവിടെയുണ്ട് പാത്താത്ത. പുറത്തുണ്ടാരോ വന്നിട്ട് ബെല്ലടിക്കുന്നുണ്ടല്ലോ. അമ്മോ, അതാരാ വന്നത്? അമ്മേ, അവരെത്തി. അള്ളാന്റെ പഠിച്ചോനെ, അവരെത്തി പോലോ. നീ അങ്ങോട്ട് ചെല്ല് സുമി, ഞാൻ വെക്കാം ബിരിയാണി. നിങ്ങൾക്ക് ഒറ്റക്ക് ബുദ്ധിമുട്ടാവില്ലേ? ഒരു ബുദ്ധിമുട്ടുമില്ല, നീ അങ്ങോട്ട് ചെല്ല്. എന്നാ ഞാൻ അവരെ നോക്കിയിട്ട് പെട്ടെന്ന് വരാം കേട്ടോ. ബിരിയാണി വെച്ചല്ലോ അമ്മായി, ബിരിയാണി വെച്ചല്ലോ അമ്മായി. ഇതെന്താ 3 പേരും വലുതാവും തോറും ചെറുതാവുന്നാണോ? അവരുടെ ശരീരം വലുതാവുന്നില്ലാന്നേ ഉള്ളൂ, നാവ് നല്ലോണം വലുതാവുന്നുണ്ട്. അമ്മേ, അവരുടെ മുന്നിൽ നിന്ന് ഞങ്ങളെ കുറവാക്കല്ല. കുറവാക്കാൻ പറ്റിയ 3 സാധനം. നിങ്ങളെന്താ അവിടെ തന്നെ നിന്നത്? നിങ്ങൾക്ക് കേറവാ. എന്തെല്ലാം സുമി വിശേഷം? സുഖു ഇവിടെ ഇല്ലേ? സുഖോട്ടൻ ഇല്ല ഇവിടെ. സുഖോട്ടൻ എന്തോ പണിയുണ്ടായിട്ട് പോയിട്ടുള്ളത്. ആ ഇനി എപ്പോഴാ അവൻ എത്തുക? ഇനി അച്ഛൻ വരാൻ രാത്രിയാവും ചെറിയച്ഛ. ആഹാ, കൃത്യമായിട്ട് അറിയാമല്ലോ. ഇതെന്താ മാളൊന്നും മിണ്ടാതെ നിൽക്കുന്നത്? നിങ്ങൾ വിളിച്ചേരേ എനിക്ക് ചെവിക്ക് സ്വൈര്യം തരുന്നില്ല. മാളു ചേച്ചി എപ്പാ വരിക, മാളു ചേച്ചി എപ്പാ വരിക, ഇത് തന്നെയാണ് പാട്ട്. ആണോടാ മക്കളെ? എന്നാ നിങ്ങളെ മാളു ചേച്ചി ഇതാ വന്നിട്ട് പൂതിമാറ കളിച്ചോ. വാ ചേച്ചി അകത്ത്. അനു, നിങ്ങൾക്ക് ഈ കേറോ? ഇന്ന സുമി, ഇതിന് അങ്ങോട്ട് മേടിക്ക്. അല്ല, നിങ്ങൾക്ക് കെട്ടൊന്നുമില്ലാതെ ഇവിടെ വന്നൂടെ? അതൊന്നുമില്ല സുമി, കുറച്ച് ഫ്രൂട്ട്സ് മേടിച്ചതാ കുട്ടികൾക്ക് കൊടുക്കാൻ. മതി മതി, വാ അകത്ത് വാ. അല്ല മാളു ചേച്ചി, നമ്മൾ എങ്ങോട്ടേക്കാ പോകുന്നത്? ആ, എനിക്കറിയാമോ, നിങ്ങളുടെ നാട്ടിലെ സ്ഥലം നിങ്ങൾക്കല്ല അറിയാം.
പറയാവുന്നത്. എടാ അബി, നമ്മൾ എങ്ങോട്ടേക്കാ പോവാ? വാ, ഒന്ന് വെറുതെ നമുക്ക് നടന്നു വരാം. വെറുതെ നടക്കാനോ? ഒരു ലക്ഷ്യവുമില്ലാതെ നടന്നാൽ എന്ത് രസമാ ഉണ്ടാവുക? വെറുതെ വീട്ടിലിരിക്കുന്നതിലും നല്ലതാ നടക്കുന്നത്. വാ, എന്നാൽ നമുക്ക് വെറുതെ നടക്കാം. എന്നാ പിന്നെ ഞാൻ അമ്മയോട് പറയട്ടെ. അമ്മേ, ഞങ്ങളൊന്ന് നടന്നിട്ട് വരാം കേട്ടോ. ആ ശരി മക്കളെ, ശ്രദ്ധിച്ചു പോണേ. എന്നാ വാ, ഏത് വഴിക്കോട്ടാ നമ്മൾ പോകുന്നത്? സുമി, ഞാനിങ്ങ് പോയിക്കേ. ഒന്ന് പെട്ടെന്ന് വാ, നമുക്ക് സന്ധ്യാമത്തെ തിരിച്ചു വരാനുള്ളതല്ലേ. എടാ പിള്ളേരെ, നിങ്ങൾ 3 പേരും എങ്ങോട്ടേക്കാ? 3 പേരോ? മാളു ചേച്ചി, പാത്താത്ത ചില സമയം അങ്ങനെയാ, എണ്ണമൊന്നും അറിയില്ല. ഇങ്ങനെ പറയുന്നത്? ഏയ്, ഞാനൊന്നും പറഞ്ഞില്ലല്ലോ പാത്താത്ത. ഞാൻ ബേജഞ്ഞല്ലോ പറയുന്നുണ്ട്. അല്ല, നിങ്ങളൊക്കെ എങ്ങോട്ടേക്കാ പോകുന്നത്? ഞങ്ങളൊന്ന് വെറുതെ നടക്കാൻ ഇറങ്ങിയതാ പാത്താത്ത. നിങ്ങൾ വെറുതെ നടക്കാൻ ഇറങ്ങിയതാണല്ലേ? എന്നിട്ട് വേണം റോസിനെ പോലത്തെ ആരെങ്കിലും കൂട്ടിയിട്ട് ഇങ്ങ് പോരുവല്ലേ? റോസിയോ? അതാരാ? അതെനിക്ക് ഇരിക്കില്ലേ? പ്രേതം തന്നെ, പ്രേതം. എന്നാ പറഞ്ഞത്? പ്രേതമോ? ആ, പ്രേതം തന്നെ, റോസി. പാത്താത്ത, വെറുതെ കഴിഞ്ഞ കാര്യങ്ങളൊന്നും പറഞ്ഞ് ഞങ്ങളെ ഓർമ്മിപ്പിക്കല്ലേ, ഞങ്ങൾക്ക് പേടിയാവുന്നു. നിങ്ങൾ എന്തിനാ പേടിക്കുന്നത്? ഓ രാജാവങ്ങ് പറഞ്ഞേച്ചിട്ടില്ലേ ആകാശത്തേക്ക്? നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. അങ്ങനെ പറഞ്ഞ എനിക്ക് മനസ്സിലാവുക? ഇങ്ങനെ ഞാളോടി ഉണ്ടേനാ? അല്ല പിള്ളേരെ, എന്നിട്ട് നിങ്ങൾ എങ്ങോട്ടേക്കാ നടക്കാൻ ഇറങ്ങിയത്? അങ്ങനെയൊന്നുമില്ല പാത്താത്ത, വെറുതെ ഈ വൈക്കോട്ട് പോകാമെന്ന് വിചാരിച്ചു. എന്നാ പിന്നെ നിങ്ങൾ അയ്യേ വൈക്ക് പോകണ്ടാലോ? നിങ്ങൾക്ക് ഈ വൈക്ക് പോറോ? അല്ല, അങ്ങോട്ട് പോയിട്ട് എന്താവാനാ? അങ്ങോട്ട് പാത്താത്തന്റെ വീടല്ലാതെ വേറെന്താ ഉള്ളത്? എന്നാ പിന്നെ നിങ്ങൾ ഇങ്ങോട്ട് പോരി. അത് തന്നെയല്ലേ പാത്താത്ത ഞങ്ങൾ പറഞ്ഞത്? അങ്ങോട്ടൊന്നുമില്ല, പാത്താത്തന്റെ വീടാ ഉള്ളൂ എന്ന്. എന്നാ പിന്നെ നിങ്ങൾ എന്തെങ്കിലും ആക്ക്, ഞാനിങ്ങ് പോന്നെ. എല്ലാ അമ്മു, നമ്മൾ എന്തായാലും വെറുതെ നടക്കാൻ ഇറങ്ങിയതല്ലേ, നമുക്ക് പാത്താത്തന്റെ കൂടെ പോയിട്ട് പാച്ചുവിനെ കണ്ടാലോ? മാളു ചേച്ചിക്ക് പാച്ചുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്യാലോ. അതാ നല്ലതമ്മോ. എന്നാ നമുക്ക് അങ്ങോട്ടേക്ക് തന്നെ പോവാം. പാത്താത്ത അവിടെ നിൽക്കൂ. എന്താ എന്താ പിള്ളേരെ? അല്ല പാത്താത്ത, ഞങ്ങളും വരുന്നു നിങ്ങളുടെ കൂടെ. എന്റെ കൂടെയോ? എന്തിനി? അതില്ലേ പാത്താത്ത, മാളു ചേച്ചിക്ക് പാച്ചുവിനെ കാണണം പോലും. അങ്ങനെയാ? എന്നാ പോരി, എന്റെ പേരെ പോരി. പിള്ളേരെ, എന്നോട് ഒരു കാര്യം പറയൂ, മറന്നു. എന്താ? എന്ത് പറ്റി പാത്താത്ത? അതില്ലേ, പാച്ചു പോരേലില്ലേ? എന്റെ പാത്താത്ത, ഞാൻ കന്നേരെ പറഞ്ഞാ പോരേനാ? എന്നാ ഞാൻ അങ്ങോട്ടേക്കല്ലേ പോവാ? ഇങ്ങോട്ടേക്ക് ഇട്ടേനാ വരുന്നത്? അത് പത്താണ് ഞാൻ പറയുന്നത്. എനിക്ക് ഇപ്പേലെ ഓർമ്മ വന്നത്. എന്നാലും ഞാൻ ഇപ്പേലെ പറയാ. അല്ല അബി, ഇത് എന്താ അവതാര ഇത്? പാത്താത്ത ഇങ്ങനെയാ ഇങ്ങനെ ചേർക്ക ഓളെ ചെവിയിൽ കിറു പറഞ്ഞു കൊടുക്കുന്നത്? അയ്യോ, ഞാനൊന്നും പറഞ്ഞില്ലേ പാത്താത്ത. എന്നാ പാത്താത്ത വിട്ട പാത്താത്തന്റെ വീട്ടിലേക്ക്. കാതൽ പിസാജി, കാതൽ പിസാജി. നമ്മുടെ ഫാത്തിമയല്ലേ അത്? അരിയത്ത് ചെന്നിട്ട് അവൾക്കൊരു സർപ്രൈസ് കൊടുക്കാം. ഹായ് ഡാർലിംഗ്. ഭ്രാന്തനോ? ആരാ ഇത്? അല്ല ഫാത്തിമ, നീ എന്താ എന്റെ അടുത്തൊന്നും ഇങ്ങനെ വിട്ടു നിൽക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. പിന്നെ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ട സമയാണല്ലോ ഭ്രാന്തനായിട്ട് നിൽക്കുമ്പോ. ഫാത്തിമ, നീ എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത്? ഐ ലവ് യു. അയ്യോ, ഇനി നമ്മൾ എന്താ ചെയ്യുക? നമുക്ക് പെട്ടെന്ന് പോവാം. എന്താ പ്രശ്നം? ഒന്ന് പറഞ്ഞുതാ. അതില്ല മാളു ചേച്ചി, ഇത് പാത്താത്താന്റെ ബേക്ക് നടക്കുന്ന ഒരു ഭ്രാന്തനാ. എന്നാ പറഞ്ഞത്? ഭ്രാന്തനെന്നോ? എന്നിട്ടാണ് നിങ്ങൾ ഇങ്ങനെ നിൽക്കുന്നത് ഇവിടെ? എടി ഫാത്തിമ, നിന്നോടല്ലേ ഞാൻ പറയുന്നത്? നീ എന്താ ഇങ്ങനെ നിൽക്കുന്നത്? എന്നെ ഒന്ന് നോക്കൂ. മനുഷ്യ, ഇന്നോട് ഞാൻ കുറെ പറഞ്ഞു എന്റെ ബേക്ക് നടക്കരുത്. നീ എന്തു പറഞ്ഞിട്ടെന്താ? ഞാൻ നിന്നെ കെട്ടു. പിള്ളേരെ രക്ഷിക്കു പിള്ളേരെ. പാത്താത്ത, ഇനി ഒറ്റ വഴിയേ ഉള്ളൂ, ഇവിടുന്ന് പെട്ടെന്ന് ഓടുക. എന്നാ പിന്നെ നിങ്ങളാണ് ഞാൻ ഓടുന്നോ? അയ്യോ പാത്താത്ത പോയി, പെട്ടെന്ന് ഓടിക്കോ. എടി, നിന്നെ എന്റെ കൈമൽ തന്നെ കിട്ടും, നോക്കിക്കൊന്നി. ഹലോ, എന്ത്? നീ പറയുന്നത് സത്യമാണോ? ഇതു കേട്ടാൽ പാത്തുവിന് നല്ല സന്തോഷമാവും. എന്നാ ശരി, അവിടെ വന്നിട്ട് കാണാം. പാത്തുവാ, പാത്തുവോ, ഇവളിതെവിടെ പോയോളി? എടി പാത്തുവാ. എന്താ മനുഷ്യ? കുറെ നേരം നിങ്ങൾ പാത്തുവോ നിൽക്കുന്നത്? പാത്തുവല്ല ചെയ്യുന്നത്, തൂറുവാ ചെയ്യുന്നത്. എന്റെ പാത്തുവോ, ഇജോട് നല്ലൊരു കാര്യം പറയാൻ നോക്കുമ്പോ ഇങ്ങനെ ദേഷ്യപ്പെടില്ല. എന്ത് കാര്യം മനുഷ്യ? എന്ത് കാര്യം നിങ്ങൾക്ക് പറയാനുള്ളേ? അതില്ലേ പാത്തുവോ, നീ ഇന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന സംഭവം എന്നാ? ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതോ? ഞാനിപ്പോൾ എന്താ ആഗ്രഹിക്കുന്നത്? ഞാനൊന്നും ആഗ്രഹിക്കുന്നില്ല. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. നിന്റെ ഉള്ളിലുള്ള ഒരു ആഗ്രഹമില്ലേ, അത് നീ പറ. എന്താ മനുഷ്യങ്ങൾക്ക് പേരാന്തുണ്ടാ? എന്റെ മനസ്സിന്റെ ഉള്ളിൽ ഒന്നുമില്ല, ഒരാഗ്രഹവുമില്ല. ഇനി പറ, എനിക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹം എന്തിനാ ഉള്ളത്? എനിക്ക് ഇപ്പൊ ഏറ്റവും കൂടുതൽ ആഗ്രഹം എന്നാണുള്ളത്? അതന്നെ, പോരട്ടെ പറ. നിങ്ങളൊന്ന് ബായും പൂട്ടി അങ്ങോട്ടെങ്ങാ പോവേ.
ചാത്തപ്പൻ എന്ത് മാഷറാന്ന് പറഞ്ഞ കാര്യമായി പോലും ചെയ്ത് അതെന്തേനു അതെന്താ നിങ്ങൾ അങ്ങനെ പറയാൻ കാരണം? ഞാൻ ഇഞ്ചോട് ഒരു ഇഷ്ടപ്പെട്ട കാര്യം പറയാൻ നോക്കുന്നേനു അന്നേരം ഇഞ്ചി ഒരു കളിതമാശ. ഇഷ്ടപ്പെട്ട കാര്യമോ? എന്ത് കാര്യം? അതന്നേലും ഞാൻ ഇഞ്ചോട് ചോദിച്ചത് എനിക്കെന്ന ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം എന്ന്. എന്നാ പിന്നെ എനിക്കിപ്പം ബിരിയാണി തിന്നു പുതിയുണ്ട്. എന്തേനു? അതൊന്നുമല്ല. എന്നാ പിന്നെ നിങ്ങളെ കൈ കൊണ്ട് ഒരു ചായ കുടിക്കാൻ പുതിയുണ്ട്. അതുമല്ല. എന്നാ പിന്നെ ഞാൻ തോറ്റി. നിങ്ങൾ എന്താ പറ? എനിക്ക് അങ്ങ് ദുബായ് പോവാൻ പൂതിയുണ്ടോ? നിങ്ങളെന്നെ ചിരിപ്പിച്ച് കൊല്ലുമല്ലോ. അതെന്താ പാത്തു ഇനി അങ്ങനെ പറഞ്ഞത്? അതല്ല മനുഷ്യ, നടക്കുന്ന കാര്യം ഞാൻ 3-4 പറഞ്ഞു. അതൊന്നും നിങ്ങൾക്ക് ആവുകയില്ല. പിന്നെ നിങ്ങൾക്ക് നടക്കാത്ത കാര്യം ദുബായ് കൊണ്ടുപോക്ക്. ഞാൻ ഇന്ന് ചിരിച്ച് മരിക്കും. എന്നാ പിന്നെ ഇന്ന് ചിരിച്ചു മരിക്കും പാത്തോ. ഞാൻ ഇനി എന്തായാലും ദുബായ് കൊണ്ടുപോകാൻ തീരുമാനിച്ചു. ഔവ്വ, ദുബൈയിലാ? നിങ്ങളെന്താ മനുഷ്യ പറയുന്നത്? അതന്നെ ദുബായ് തന്നെ. ദുബൈയിലേക്ക് പോന്നാ നമ്മള്. അല്ലോ പാത്തോനെന്നാ പറ്റിയ? പാത്തോ എന്റെ പാത്തോ എനിക്കെന്നാ പറ്റിയത്? ദുബൈ. 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 പാത്തോ ദുബൈ. എനിക്ക് ദുബായ് പോകുന്ന ഇഷ്ടയിലേറ്റാണോ പാത്തോ ഇനി ഇങ്ങനെ കിടക്കുന്നത്? എന്നാ ദുബായ് പോണ്ട, നീ എണീച്ചോ. ആരാ പറഞ്ഞ മനുഷ്യ എനിക്ക് ദുബായ് പോകാൻ ഇഷ്ടമില്ലാന്ന്? പിന്നെ നിനക്ക് ബോധം കെട്ട് വീണത്? അത് പിന്നെ പെട്ടെന്ന് നിങ്ങൾ ദുബായ് പോകാന്ന് പറഞ്ഞ ഷോക്കിൽ ഞാൻ താഴെ വീണതാ. അല്ല മനുഷ്യ, നിങ്ങൾ പറഞ്ഞ സത്യമാണോ? നമ്മൾ ദുബായ് പോകുന്നുണ്ടാ? ആ പാത്തോ മൂസാണ്ട് നമുക്ക് വിസയും ടിക്കറ്റ് അയച്ചിക്ക്. അല്ലാ, എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ലേ. നമ്മളങ്ങനെ ദുബായ് പോന്നല്ലേ? ആ നമ്മൾ ദുബായ് പോന്ന. എന്നാ പിന്നെ ഞാൻ ഇതെല്ലാരോടും പറയട്ടെ. ആരോട് പറയട്ടെ എന്നാ നീ പറഞ്ഞത്? ആരോട് പറയണ്ട. അതൊന്നും പറഞ്ഞാ പറ്റുമല്ലോ എന്റെ മക്കൾക്കാക്ക. അങ്ങനത്തെ സുമീന്റെ മക്കൾക്ക് എന്നെ കാണുമ്പോ ഒരു പുച്ഛ. ഓലോട് എന്തായാലും എനിക്ക് പറയണം. അല്ല പാത്തോ കുട്ടികളെ മുന്നിൽ നീ മത്സരിക്കുന്നത്? അങ്ങനെയുള്ള ഒരു കുട്ടികളാന്നുള്ള ബോധം ഓലിക്കും വേണ്ടേ? ഓലിക്കതില്ലാലോ. ഓലോട് ഞാൻ ഇത് പറഞ്ഞിട്ട് ഞാനൊരു വിലസലെല്ലാം വിലസു. എന്റെ പാത്തോ ഇഞ്ചോട് പറയുന്ന എനക്ക് വേണം അടിയിട്ട്. അല്ലാ ഇങ്ങനെ പാത്തോ എന്നെ ഇങ്ങനെ അടിക്കുന്നത്? അല്ല മനുഷ്യ, ഞാനിപ്പോ അടിച്ചേരാ കുറ്റം. നിങ്ങളല്ലേ എന്നെ ഇപ്പം പറഞ്ഞത്? എന്ത്? ഞാൻ എന്ത് പറഞ്ഞെന്നാ പാത്തു ഇനി പറയുന്നത്? നിങ്ങളല്ലേ എന്നെ ഇപ്പം പറഞ്ഞത്? എന്നോട് പറഞ്ഞത് ഇങ്ങക്കുവാണ് അടിയിട്ടിരുന്ന്. അതുകൊണ്ടല്ലേ ഞാൻ അടിച്ചത്. എന്റെ പാത്തോ ലെവലേശം ബുദ്ധിയില്ലാത്ത ഇനിയും കൂടി ഗൾഫിൽ പോയാൽ നല്ല രസമുണ്ടാവും. ദാ മനുഷ്യ, ഞാൻ എല്ലാം സഹിക്കും. എന്റെ ബുദ്ധിയെ തൊട്ട് കളിക്കറെടുക്കാം. പിന്നെ ഇന്റെ തലയിൽ ഇങ്ങനെ ബുദ്ധി നിറഞ്ഞൊഴുകുന്നാന്നല്ലോ. ഇഞ്ചോട് ഞാനൊരു കാര്യം പറയാ. ഇനി ഗൾഫിൽ പോയിരുന്നല്ലേ ശരി. ആളിനിങ്ങനെ മണ്ടത്തരം പിടിച്ച ഓരോരോ കളി കളിച്ചിട്ടുണ്ടെങ്കിൽ. ഞാൻ എന്ത് മണ്ടത്തരം പിടിച്ച കളി കളിച്ചിട്ട് നിങ്ങൾ ഈ പറയുന്നത്? നിങ്ങളല്ലേ എന്നോട് ഇപ്പം പറഞ്ഞ് നിങ്ങൾ അടിക്കണോന്ന്? അതല്ലേ ഞാൻ അടിച്ചിങ്ങളാ. നിങ്ങൾ പറയുന്ന പോലെ ഞാൻ ചെയ്തേനെ ഇപ്പം കുറ്റം. മതി ഇനി പറഞ്ഞ് നമ്മൾ വഴക്കുണ്ടാക്കണ്ട. പോവാൻ നമുക്ക് ഇനി ആകെ മണിക്കൂറുകളാ ബാക്കിയുള്ളൂ. എന്റെ റബ്ബേ, മണിക്കൂറുകളാ? അതിന്റെ മുന്നേ എനക്കെന്തെല്ലാം കാര്യം ചെയ്യാനുണ്ട്. എനിക്ക് എന്ത് കാര്യം ചെയ്യാനാ പാത്തോ? നമ്മളൊന്നും ചെയ്യുന്നില്ല. ഇനി എല്ലാം അങ്ങ് എത്തിയിട്ടാള്ളൂ. പോന്നതിന്റെ മുന്നേ എനിക്ക് നല്ല ചുരിദാർ എടുക്കണം. പിന്നെ ബ്യൂട്ടി പാർലറിൽ പോണം. എന്നിട്ട് വേണം പുരിക്കെല്ലാം ട്രെൻഡിങ് ചെയ്യേ. എന്നാ പറഞ്ഞ പാത്തോ? ബ്യൂട്ടി പാർലറിൽ പോയിട്ട് പുരികൻ ട്രെൻഡിങ് ചെയ്യേ. എന്റെ അല്ലോ ഇവളെയും കൊണ്ട് ഞാൻ തോറ്റേ. അള്ളാന്റെ മക്കൾക്ക് എന്തെന്നാ പറ്റിയേ? എന്റെ പാത്തോ എനക്കൊന്നും പറ്റിയിട്ടില്ല. ഇനി ഒന്ന് ബായും പൂട്ടിയാടെ നിന്ന് തന്നാ മതി. നിങ്ങൾക്ക് വിഷമാണെങ്കിൽ എന്നാ ബ്യൂട്ടി പാർലറിലും പോണ്ട, പുരികൻ ട്രെൻഡിങ് ആക്കണ്ട. ഒക്കെ എങ്കിലും ചുരിദാറെങ്കിലും മായി തരുങ്ങൾ. അല്ലെങ്കിൽ നിങ്ങൾ പണ്ടെന്നെ മുഹബത്താക്കുമ്പോ മായി തന്ന ചുരിദാറില്ല എന്റെ അടുത്ത്. ഞാൻ അതിട്ടാലോ? എന്റെ പാത്തോ അതൊന്നും മാണ്ട. നിങ്ങൾ മിണ്ടാണ്ട് അടുക്ക്, ഞാനിപ്പം വരാം. കിട്ടാണ്ട് കിട്ടിയ അവസരം അത് ഉപയോഗിപ്പോക്ക്. ഇപ്പൊ ഇവളതൊരു കൊളാക്കല് ആക്കൂന്ന് തോന്നുന്നു. എങ്ങനെയുണ്ട്? എന്റെ പാത്തോ ഇതൊന്നും മാണ്ട. ഇന്നെ കാണുന്ന ഏറ്റവും മൊഞ്ചിഞ്ഞ് സാധാരണ ഇടുന്ന വേഷത്തിലാ. ഞമ്മക്ക് രണ്ടാക്കും സാധാരണ ഇടുന്ന വേഷത്തിൽ ഗൾഫിൽ പോവാ. അപ്പൊ എന്നെ ഇങ്ങനെ കാണുമോ മൊഞ്ചില്ല? ഇനി എങ്ങനെ കാണുവാൻ മൊഞ്ചന്നല്ലേ പാത്തോ? എന്നാലും ഏറ്റവും കൂടുതൽ മൊഞ്ചിഞ്ഞ സാധാരണ വേഷത്തിൽ കാണുവാനാ. അതെനിക്കറിയാലോ, എന്നെ കാണാൻ നല്ല മൊഞ്ചുണ്ടെന്ന്. പക്കർക്കാക്ക ഞാൻ ഈ ഡ്രസ് ഒന്നും ഇടുന്ന ഇഷ്ടമില്ലെങ്കിൽ ഞാൻ സാധാരണ വേഷത്തിൽ വരാം. രക്ഷപ്പെട്ടു. നിങ്ങളെന്നാ ചെറുങ്ങനെ പറയുന്നത്? ഞാനൊന്നും പറഞ്ഞിട്ടില്ല പാത്തോ. ഇനി ഒന്ന് പെട്ടെന്ന് ഇതെല്ലാം കൊണ്ടുപോയി കഴിച്ചിട്ടിട്ട് നമുക്ക് പോട്ടി ഒരുക്കപ്പാടും നോക്ക്. അല്ലാ, അന്നേരം ഞമ്മളെ മുമ്പ് പാച്ചുവിനെന്നാക്കുവാ? ആ എന്താ ഓനെ ഞമ്മളങ്ങ് കൂട്ടുന്നല്ലേ. എന്നാ പിന്നെ ഞാൻ ഇതെല്ലാം കൊണ്ടുപോയി കഴിച്ചിട്ടെ. എന്നിട്ട് ഞാൻ കുട്ടികളോടെല്ലാം പോയിട്ട് പറഞ്ഞിട്ടേന്ന്. എന്നാ പിന്നെ ഇനി വേഗം പോയി ചെയ്യണ്ടല്ലോ വേഗം ചെയ്ത് തീർക്ക്. ഇതാ പിടിച്ചോ മാളു ചേച്ചി, എന്നാ പിടിച്ചോ. ഇന്ന നല്ല രസമുണ്ട് ബോൾ കൊണ്ട് കളിക്കാൻ. അപ്പു, ഞാൻ നിനക്കല്ലേ ചാടി തരേണ്ടത്? ആ, എനിക്കാ ചാടേണ്ടത്. അപ്പു, ഇതാ പിടിച്ചോ. അല്ലാ, എന്റെ മൂക്ക്. സോറി. കോറി പറഞ്ഞാലല്ലോ ആയല്ലോ. നിങ്ങൾ അറിഞ്ഞും കൊണ്ടെങ്കിൽ എന്നെ അറിഞ്ഞത്. പാത്താത്ത നിങ്ങൾ ബേക്ക് വന്ന് നിന്ന് അയാൾ കണ്ടിട്ടില്ലേ? നിങ്ങൾ കാണുവല്ല കുട്ടികളെ, നിങ്ങൾ കാണുവല്ല. ഞാൻ ഗൾഫിൽ പോകുന്നുണ്ട് എന്ന് അറിഞ്ഞോണ്ട് നിങ്ങൾക്ക് അസൂയുണ്ട് നിങ്ങൾ ഇരുന്ന് തന്നെ. എന്നാ പറഞ്ഞത്?
എന്റെ മൂക്കിങ്ങൾ അടിച്ച് തെറിപ്പിച്ചത്? പാതാത ഞാളെ ചിരിപ്പിച്ച് കൊല്ലും. അതെന്തേനു ഞാനത് നിങ്ങളെ ചിരിപ്പിച്ച് കൊല്ലുന്നത്? പിന്നെ ഞാൻ ചിരിക്കാതെ നിങ്ങൾ ഗൾഫിൽ പോകുന്നത് പറഞ്ഞിട്ടെന്നെ എന്നാ നിങ്ങൾ അന്ന് ചിരിച്ചോ. ഞാനും ബക്കാക്കാക്കെല്ലാം ഗൾഫിൽ പോന്ന. പാത്താത്ത നിങ്ങൾ പറഞ്ഞത് സത്യമാണോ? എന്റെ അമ്മാളോ? ഞാണ് സത്യം. ഞാൻ ഗൾഫിൽ പോന്ന. ആരെപ്പഴാ പാത്താത്ത നിങ്ങൾ ഗൾഫിൽ പോകുന്നത്? ഞാനും ബക്കാക്കാക്കയും പാച്ചും തന്നെ. എടി അമ്മു, ഈ പറയുന്നത് സത്യമായിരിക്കുക? ആർക്കറിയാം? ഞാൻ അങ്ങ് പോന്നോണ്ട് ഞാൻ നിങ്ങളോട് ക്ഷമിച്ച് എന്റെ മൂക്കിന് ഇരുന്നത്. നീ നമുക്ക് അങ്ങ് ദുബായി ചെന്നിട്ട് കാണാം കേട്ടാ. എന്നാ മക്കളെ എല്ലാം പറഞ്ഞ പോലെ ഞാനും എന്റെ ബക്കാക്കാക്ക അങ്ങ് പോകും കേട്ടാ. നിങ്ങളോട് വർത്താനം പറഞ്ഞ് നിൽക്കുക നേരെയില്ല. എനിക്ക് കുറെ പണിയുള്ളതാ. എന്നാ പിന്നെ ഞാൻ പോട്ടെ. എല്ലാം ഇതെന്ത് മറിമായും പാത്താത്ത ഗൾഫിൽ പോന്നാ? ശരി തന്നെ, വാ നമുക്ക് അമ്മയോട് പറയാം. ഇന്നല്ലേ പോകുന്നത് പാത്താത്ത ഗൾഫില്? ആ ഇന്നാ പോകുന്നത്. അമ്മ സ്കൂളിൽ വിട്ട് പെട്ടെന്ന് ചെല്ലാൻ പറഞ്ഞിനി. ദൈവമേ, ഇന്ന് ആ സ്റ്റെല്ല വരണ്ടായിരുന്നു. മാളു ചേച്ചി അവൾ ഇപ്പോഴും കുഴപ്പമാക്കുന്നുണ്ടോ? ആ അമ്മു, അവളെയും കൊണ്ട് വലിയ ശല്യമായിട്ടാ ഉള്ളത്. ഇപ്പൊ അവൾക്ക് നിങ്ങളോടും ദേഷ്യമായില്ലേ? അല്ലെങ്കിൽ തന്നെ പണ്ടേ ഞങ്ങളോട് അവൾക്ക് ദേഷ്യമാ. അഹങ്കാരത്തിന് കയ്യും കാലം വെച്ചൊരു സാധനം അത്. സ്റ്റെല്ല ഉള്ളത് കൊണ്ട് സ്കൂളിൽ പോവാനേ ഒരു മൂടില്ല. ഇപ്പൊ ആ കാവ്യം അവളോട് കൂട്ടല്ലേ? ആ അതെ, അവര് രണ്ടും ഒരുപോലത്തെ സാധനമാ. അല്ല, ഇതെന്താ സ്കൂൾ ബസ് വരാത്തത്? ശരിയാ, സമയം കുറെ ആയല്ലോ. അതാ ബസ് വന്നു. വാ എന്നാൽ. എടി അമ്മു, എന്താ ചക്കി? അമ്മു, ഞങ്ങൾ നടക്കട്ടെ? ആ നിങ്ങൾ നടന്നോ. ഇന്നാ അമ്മു. ഹായ്, മിഠായിയോ? ആ മിഠായി. ഇന്നെന്നാ ചക്കി വിശേഷം? ഏയ് വിശേഷമൊന്നുമില്ല, എന്റെ അടുത്ത് ഉള്ളത് കൊണ്ട് തന്നതാ. നീ മാളു ചേച്ചിക്കും കൊടുക്കണേ. ആ ചക്കി, ഞങ്ങൾ ഒരുപോലെ എടുത്തോളാം. എടി കാവ്യ, ചക്കിയല്ലേ അമ്മുവിനോട് മാളുവിനോട് സംസാരിക്കുന്നത്? അവള് തന്നെ. എന്തായിരിക്കും അവൾ സംസാരിക്കുന്നത്? നമ്മളെ പറ്റിയായിരിക്കുമോ? അറിയില്ല, അവളോട് തന്നെ ചോദിക്കാം. എന്നാ നീ വാ, നമുക്ക് ചോദിക്കാം. എടി ചക്കി. അയ്യോ സ്റ്റെല്ല. അമ്മു, സ്റ്റെല്ല വരുന്നുണ്ട്. അമ്മു, മാളു ചേച്ചി, നിങ്ങൾ പെട്ടെന്ന് ക്ലാസ്സിലേക്ക് പോട്. നിങ്ങളെയും എന്നെയും ഒപ്പരം കണ്ടാൽ അവൾ എന്തായാലും വഴക്കു പറയും. ചക്കി നീ സൂക്ഷിക്കണേ. എന്നാ ഞങ്ങൾ പോട്ടെ. ആ പെട്ടെന്ന് പോട്. എന്താ സ്റ്റെല്ല? എടി നീ എന്താക്കുവാ ഇവിടുന്ന്? ഞാനൊന്നും ചെയ്തില്ലല്ലോ. നീയൊന്നും ചെയ്തില്ലെന്നോ? സത്യമായിട്ടും കാവ്യ, ഞാനൊന്നും ചെയ്തില്ല. എന്താണ് നീ മാളുവിനോടും അമ്മുവിനോടും സംസാരിച്ചത്? അത് പിന്നെ ഞാൻ അവരോട് ഹോംവർക്ക് ചെയ്തുക്കോന്ന് ചോദിക്കുകയായിരുന്നു. നീ വെറുതെ നുണ പറയണ്ട. നീ ഞങ്ങളെ പറ്റിയല്ലേ അവളോട് സംസാരിച്ചത്? അല്ല, സത്യമായിട്ടുമല്ല. ഇപ്രാവശ്യത്തേക്ക് നിന്നെ ഞാൻ വെറുതെ വിടുന്നു. ഇനി മേലാൽ അവളോട് മറ്റും നീ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, അവളോട് മാത്രമല്ല അവരോട് ആരോടും ഇനി സംസാരിക്കാൻ പാടില്ല. അങ്ങനെയാ നിങ്ങൾ സംസാരിച്ചാൽ നോക്കിക്കോ നിങ്ങൾ. വാ കാവ്യ. പാവം അമ്മു, അവളോട് എന്തിനാ ഇവർക്ക് ഇത്ര ദേഷ്യം? സുമി, എന്നാൽ എല്ലാം പറഞ്ഞതുപോലെ നീ ഈ വീടും പരിസരവും ഒക്കെ ശ്രദ്ധിക്കണേ. ആ നിങ്ങൾ ധൈര്യമായിട്ട് പോയിക്കോ. വീടും പരിസരവും ഒക്കെ ഞാൻ ശ്രദ്ധിച്ചോളാം. സുമി, ഇനി പിള്ളേരെല്ലാം വിട്ട് നിൽക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എനിക്ക് വല്ലാണ്ട് സങ്കടമാണ്. ഇനിയിപ്പൊന്നും കാണുകയല്ലോ. എടാ പാച്ചു, നീ ഇല്ലാതെ ഞങ്ങൾ എങ്ങനെയാ? ഞങ്ങൾ അപ്പുറം കളിക്കണമെങ്കിൽ ഇനിയിപ്പോ ഒന്നും ഉണ്ടാവില്ലല്ലോ. നിങ്ങൾ ഇങ്ങനെ കരയല്ലേ, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഇപ്പോഴാ വന്നതാണെങ്കിലും നിങ്ങളുമായിട്ട് ഞാനും വല്ലാതെ അടുത്തുപോയി. അമ്മാളോ ഒഞ്ഞി കരേണ്ട അമ്മാളോ. ഇനി പാത്താത്താൻ ഇങ്ങനെ തെറ്റിപ്പറയുന്ന വർത്തമാനം ഞങ്ങൾക്ക് കേൾക്കുവാനാവുകയാലോ. പാത്താത്ത, ഇത് അമ്മാളും അല്ല, മാളവിക. മാളവിക പിള്ളേരെ, അവരൊരു നല്ല വഴിക്ക് പോവുകയാണ്. നിങ്ങൾ ഇങ്ങനെ കണ്ണീരൊഴിപ്പിച്ച് അവരെ യാത്രയാക്കല്ല. അമ്മേ, ഞങ്ങൾക്ക് സഹിക്കുന്നില്ല. പിള്ളേരെ, നിങ്ങൾ ഇങ്ങനെ കരയല്ല. ഞങ്ങൾക്ക് പോകുമ്പോൾ വല്ലാണ്ട് വിഷമമാവും. ഇനി താമസിക്കേണ്ട ബക്കർ കാക്ക, ഇനിയും നിന്നാൽ ലേറ്റ് ആവും. എന്നാ ശരി. നടക്കു പിള്ളേരെ, നമുക്ക് പോകാം. അല്ല മനുഷ്യ, നമ്മളെ പെട്ടി എന്തിനാ ഓലം വാങ്ങിയത്? പാത്തോ, അത് ഓല വെക്കുക. നമ്മള് ഇറങ്ങുമ്പോ നമുക്ക് ഇങ്ങനെ തരുവത്. ഞാൻ വിചാരിച്ചു മനുഷ്യ അങ്ങനെ കെട്ടിക്കൊണ്ടുവന്ന് അതെല്ലാം വലിക്ക് കൊടുക്കുവാനാണ്. അല്ല, ഇനി നമ്മൾ എങ്ങോട്ടേക്കാ പോവാ? അറിയില്ല മോനെ, ആരെയും കാണുന്നില്ലല്ലോ. അല്ലപ്പ, ഇവിടെ എല്ലാവരും മലയാളമാണോ സംസാരിക്കുക? എന്നാ സംസാരിക്കുവാന്നൊന്നും എനക്കറിഞ്ഞൂടാ. ആരും കാണുന്നില്ലല്ലോ. ഇങ്ങനെ നനങ്ങാണ്ടിക്ക് പാത്തോ, അത് എയറോ സിസ്റ്റ. എന്റെ റബ്ബേ, ഓൾ ഇംഗ്ലീഷ് ആണെന്ന് സംസാരിക്കുക. എന്റെ പാത്തോ, എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കുന്ന അറിയാവാ? പിന്നെ അല്ലാതെ ആദ്യ കൈന്റെ ബേറിലെടുത്തിട്ട് ഇങ്ങനെ വായിലിടുക, എന്നിട്ട് അങ്ങ് സംസാരിക്കുക. ഞാൻ ഇപ്പം കാണിച്ചതാ.
ഹായ്, ഞങ്ങൾ ദുബായിലൊക്കെ പോകുന്നതാണ്. What? വട്ടിനിക്കഞ്ഞിയാണ്. You know English? Yes, I am English. ഫക്കർ കാക്ക ഇംഗ്ലീഷ്, പാച്ചു ഇംഗ്ലീഷ്. What? നിങ്ങൾ മലയാളിയാണോ? എന്റെ റബ്ബേ, എന്റെ ഇംഗ്ലീഷ് കേട്ടോളൂ മലയാളം പഠിച്ചു. അതിന് പാത്തോ ഇനി ഇംഗ്ലീഷ് അല്ല സംസാരിച്ചത്, ഇനി മലയാളം തന്നെയല്ല സംസാരിച്ചത്. എടി പെണ്ണെ, ഞാൻ ദുബൈയിൽ പോന്ന ദുബൈയിൽ. അതിനെന്തിനാണ് നിങ്ങൾ ഇവിടെ നിൽക്കുന്നത്? നിങ്ങൾക്ക് പ്ലെയിനിന്റെ അടുത്ത് പോകറോ? അതെങ്ങനെയാ ശരിയാവോ? ഞങ്ങൾക്ക് വിമാനത്തിന്റെ അടുത്താ പോകേണ്ടത്, പ്ലെയിനിന്റെ അടുത്തല്ല. അത് തന്നെയാണ് മാഡം ഞാൻ പറഞ്ഞത്. എന്റെ പാത്തോ, ഇനി ഏത് കാലത്താ ജീവിക്കുന്നത്? പ്ലെയിൻ എന്ന് പറഞ്ഞ വിമാന. ആന്റി, ഏത് ഭാഗത്താണ് പ്ലെയിൻ ഉള്ളത്? പ്ലെയിൻ ദേ ആ ഭാഗത്താണുള്ളത്. നിങ്ങൾ അങ്ങോട്ടേക്ക് പോകൂ. ശരി ആന്റി. വാ ഉമ്മ, നമുക്ക് അങ്ങേ ഭാഗത്താണ് പ്ലെയിൻ ഉള്ളത്. എന്നാ ശരി, നമുക്ക് പ്ലെയിനിൽ വെച്ച് കാണാം. ഗൾഫിൽ പോയിട്ട് വല്ലാണ്ട് സങ്കടമാവുന്നു. ശരിയാ അപ്പു, എനിക്കും സഹിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ വിഷമിച്ചിരിക്കല്ലേ, അവർ പെട്ടെന്ന് ഇങ്ങ് വരില്ലേ? അതല്ല മാളു ചേച്ചി, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. പാവം പാത്താത്ത, പാച്ചു, പക്കർ കാക്ക എല്ലാവരെയും എനിക്ക് വല്ലാണ്ട് ഇഷ്ടമായിരുന്നു. എന്നാലും ഞങ്ങൾക്ക് പാത്താത്താനോട് വളരെ ഇഷ്ടമായിരുന്നു. നിങ്ങൾ ഇങ്ങനെ സങ്കടപ്പെടല്ലേ, നിങ്ങളെ കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അവരിപ്പോൾ പ്ലെയിനിൽ കയറിയിട്ടുണ്ടാവുമോ? ഇല്ലടാ, അവർ കയറിയിട്ടുണ്ടാവില്ല. അവരിപ്പോൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ടാവും. ഇനി എപ്പോൾ അവരെയൊക്കെ കാണുക? മാളു ചേച്ചി, മാളു ചേച്ചി, എന്തിനാ അമ്മു ഇങ്ങനെ വിളിച്ചു പോകുന്നത്? മാളു ചേച്ചി, മാളു ചേച്ചി, എന്തിനാ നീ ഇങ്ങനെ വിളിച്ചു പോകുന്നത്? മാളു ചേച്ചി, എന്താ കാര്യം? നീ എന്തിനാ ഇങ്ങനെ കിടക്കുന്നത്? അത് പിന്നെ അമ്മു, നീ കാര്യം പറ. നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? അത് പിന്നെ കാവ്യ, സോഫി. അമ്മു, നീ കിടക്കാതെ കാര്യം പറ. അത് പിന്നെ അവര് നമ്മുടെ വീടിന്റെ അടുത്ത് വന്നു. എന്താ നീ പറഞ്ഞത്? അതെ അമ്മു ചേച്ചി, അവര് നമ്മുടെ വീടിന്റെ അടുത്ത് വന്നു. വീടിന്റെ അടുത്തോ? എവിടെ? രാധാന്റിയുടെ അടുത്ത്. അമ്മു, നീ എന്തൊക്കെയായി പറയുന്നത്? ഒന്ന് തെളിയിച്ചു പറ. അത് പിന്നെ സോഫിയും കാവ്യയും ഇനി രാധാന്റിയുടെ വീട്ടിലാ പോലെ താമസിക്കുന്നത്. രാധാന്റി അവരുടെ ഇളയമ്മയല്ലേ, അവര് 2 ദിവസം നിൽക്കാൻ വന്നതായിരിക്കും. അല്ല, അവര് കുറച്ച് ദിവസം അവിടെ ഉണ്ടാവും എന്നാ പറഞ്ഞത്. എങ്കിൽ നമ്മൾ സൂക്ഷിക്കണം. അവരുടെ വരവിന്റെ ഉദ്ദേശം എന്തെങ്കിലും ഗൂഢാലോചനയുമായിട്ടായിരിക്കും. അയ്യോ, ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? എനിക്കും പേടിയാവുന്നു. ശരിയാണ്, അവരെന്തെങ്കിലും നമുക്ക് പാരയുമായിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക. നമുക്കൊരു കാര്യം ചെയ്താലോ? എന്തു കാര്യമാണ് നമ്മൾ ചെയ്യുന്നത്? നമുക്ക് പതുങ്ങി അവരുടെ വീട്ടിൽ ചെല്ലാം. എന്തെങ്കിലും അവർ പ്ലാൻ ഇടുന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ അവിടുന്ന് കേൾക്കാമായിരിക്കും. എന്നാൽ വാ, നമുക്ക് ചെന്ന് നോക്കാം. ആരും സൗണ്ട് എടുക്കരുതേ, മെല്ലെ വാ. മാളു ചേച്ചി, അവരെവിടെയായിരിക്കും ഉണ്ടാവുക? മിണ്ടല്ലേ, അവർ ആ ഭാഗത്താണ് തോന്നുമുള്ളത്. നമുക്ക് നോക്കാം. ഇല്ല, മിണ്ടില്ല. പെട്ടെന്ന് നടക്കുന്നതായി. അവര് നമ്മളെ കണ്ടാൽ അതും മതി. സൗണ്ട് എടുക്കാതെ മെല്ലെ വാ, നമുക്ക് ആ ഭാഗം ചെന്ന് നോക്കാം. എടി കാവ്യ, അവരുടെ വീട് ഇതിന്റെ അടുത്തല്ലേ? ആ, അവരുടെ വീടല്ലേ അപ്പുറത്തെ വീട്. മാളു ചേച്ചി, എനിക്ക് പേടിയാവുന്നു. നിങ്ങൾ പേടിക്കണ്ട, മെല്ലെ വാ. അവരാ മറ്റും നമ്മളെ കണ്ടാൽ തീർന്നു. നിങ്ങൾ ഇത്രയും പേടിയാണെങ്കിൽ പിന്നെ നിങ്ങൾ വന്നത്? നിങ്ങൾ എന്റെ പുറകെ തന്നെ വന്നു. അവന്മാർ കാരണം എനിക്കൊരു സ്വസ്ഥതയില്ല. അവര് കാരണം ഞാൻ സ്കൂളിൽ ആകെ നാണം കെട്ടില്ലേ? അവരല്ലേ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ മോഷ്ടിച്ചതൊക്കെ പറഞ്ഞു കൊടുത്തത്? സോഫി, നീ ഇങ്ങനെ ചൂടാവല്ല. നമുക്ക് അവരോട് പകരം വീട്ടും ഞാൻ പകരം. ഏതെല്ലാം തരത്തിലാണ് അവരെന്നെ ഉപദ്രവിക്കുന്നത്? ദേഷ്യപ്പെടാതിരിക്കും സോഫി, നമുക്ക് എന്തെങ്കിലും പരിഹാരം കാണാം. അവർക്കറിയില്ല മൂർഖം പാമ്പിനെ ചവിട്ടിയതെന്ന്. ഈ സോഫിയാനാണെന്ന് അവർക്ക് ഞാൻ കാണിച്ചു കൊടുക്കും. നീ നോക്കിക്കോ. നീ പറഞ്ഞതൊക്കെ ശരിയാണ്. അവരെ അങ്ങനെ വെറുതെ വിടാൻ പാടില്ല. അവരവിടെയുണ്ട്. നിങ്ങൾ ഇവിടെ നിൽക്ക്, ഞാൻ ആ ജനലൊക്കെ പോയിട്ട് നോക്കിയിട്ട് വരാം. മാളു ചേച്ചി, ഞാൻ വരാം. ആ, എന്നാ നീ വാ. അമ്മു, നീ എഴുന്നേൽക്കല്ലേ, അവിടെ തന്നെ ഇരിക്കേ. അവരെന്താ പറയുന്നതെന്ന് ശ്രദ്ധിക്കേ. എടി കാവ്യ, എനിക്ക് അവരെ കൊല്ലണം. എന്നാ തന്നെ എനിക്ക് എന്റെ പക തീരില്ല. അവരെ ഒരു പാഠം പഠിപ്പിക്കാൻ തന്നെയാടി ഞാൻ ഇവിടെ വന്നത്. അവരെ ഒരു പാഠം പഠിപ്പിക്കുക തന്നെ വേണം. നീ വാ, നമുക്ക് പുറത്തേക്ക് ഒന്ന് നടന്നു കാണാം. അയ്യോ, അവരിങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അമ്മു, പെട്ടെന്ന് വാ. അയ്യോ മാളു ചേച്ചി, അഭിയെയും അപ്പുവിനെയും അവരെ കാണുമോ? അറിയില്ല, വാ പെട്ടെന്ന് പോകാം. അവരെ കാണുന്നില്ലല്ലോ, നമുക്കൊന്ന് ചെന്ന് നോക്കിയാലോ? ആ, എന്നാ വാ. അപ്പു, അഭി, വിട്ടോ? എന്താ, എന്തു പറ്റി? പറഞ്ഞിരിക്കാൻ നേരമില്ല, പെട്ടെന്ന് വിട്ടോ, അവർ വരുന്നുണ്ട്. എന്റെ അമ്മോ. പിന്നെ സുഖയിലാണ്ടിരിക്കും എന്റെ പാത്തോ. ഇത് പ്ലെയിൻ അല്ലേ?
ചോദിക്കുന്നത്. ഇത്രയും വലിയ ഫ്രിഡ്ജ് എവിടെ ഉണ്ടാവുക? ആന്തേനു പാത്തു ഇനി അങ്ങനെ പറയുന്നത്? അതല്ല, ഈ പ്ലെയിൻ കൊള്ളുന്ന ഫ്രിഡ്ജ് എവിടെ ഉണ്ടാവുക ചോദിച്ചത്. എന്താ പാത്തു പറയുന്നത്? പ്ലെയിൻ കൊള്ളുന്ന ഫ്രിഡ്ജാ? ആ മനുഷ്യ, ഇതെന്താ തണുപ്പായി ഉള്ളിൽ? ഫ്രിഡ്ജിന് ഇപ്പൊ എടുത്താ തോന്നും പ്ലെയിന്. എന്റെ പാത്തോ ഇത് വായി പോട്ട്. എക്സ്ക്യൂസ് മീ, നിങ്ങൾ ആദ്യമായിട്ടാണല്ലേ പ്ലെയിനിൽ? അതെ. താത്താന്റെ വർത്താനം കേട്ടപ്പോഴേ എനിക്ക് തോന്നി. ഓക്കെ. എന്റെ പാത്തോ നാട്ടുകാർ കൊണ്ട് പറയിപ്പിച്ചിട്ട് എനിക്ക് സമാധാനായില്ലേ? ഞാനെന്താ മനുഷ്യ പറഞ്ഞത്? പിന്നെ പ്ലെയിന് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതാന്നാ നീ എന്തല്ലേ ഈ പറയുന്നത്? പിന്നെ ഞാൻ ചോദിച്ചതാ തെറ്റി. ഈലെന്തൊരു തണുപ്പാ, അതുകൊണ്ടല്ലേ ഞാൻ ചോദിച്ചത്. അല്ലെങ്കിൽ തന്നെ ഞാനെന്താ ചോദിച്ചത്? ഇത് കൊള്ളുന്ന ഫ്രിഡ്ജ് എവിടെ ഉള്ളതല്ലേ? വേറെ എന്തെങ്കിലും ഞാൻ ചോദിച്ചത്? എന്റെ പാത്തോ ഇത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തോന്നല്ല, ഇതിൽ AC ഇട്ടതാ AC. AC ഇട്ടതേനുവാ? ഞാൻ വിചാരിച്ചു ഇത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതാണ് ഇപ്പൊ. എന്റെ റബ്ബേ, ഇനി എന്തെല്ലാം കാണുവാനും പറയാനെല്ലാം കിടക്കുന്നു.